നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ ഇന്ന് നേരത്തെ ആണല്ലോ. ഒന്നും പറയണ്ട, കുറെ ദിവസമായിട്ടേ ഇന്ന് തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞത്. ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തു. ആ മോള് വല്ലതും കഴിച്ചോ? ഇല്ല, ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ. എന്തു പറ്റി? അമ്മ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. ഒന്നുമില്ല. അച്ഛമ്മയെ കണ്ടോ? ആ, കുറെ നേരം സംസാരിക്കുകയും ചെയ്തു. അമ്മേ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. എന്നാലേ മോള് പോയി കിടന്നു. അമ്മ ഫുഡ് റെഡി ആവുമ്പോ വിളിക്കാം. എന്താ അവക്ക് പറ്റേ? വീട്ടിൽ വെച്ച് ഗിരിയേട്ടനെ വല്ലതും കണ്ടോ? ആ, ഇതിലും ഭേദമായിരുന്നു. കാര്യം എന്താന്ന് പറ. അവിടെ അവളുണ്ടായിരുന്നല്ലോ, പ്രീതി. അവള് അമ്മനോട് ആവശ്യമില്ലാത്ത എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്താ അവള് പറഞ്ഞു? മുഴുവനൊന്നും മഹിമ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ മഞ്ജു ഗിരിയുടെ പുറകെ നടക്കുകയാണെന്ന് മോളോട് പ്രീതി പറഞ്ഞു. അത്രേ ഉള്ളോ? എന്താ അതുപോലെ? അവൾ അങ്ങനെ പറഞ്ഞ അത് സത്യാവോ? ഞാൻ വിചാരിച്ചതേ അവളും ഗിരിയണ്ണനും തമ്മിൽ നടന്നതിനെ പറ്റി അവള് പറയൂന്ന. അതറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ഒരുപാട് വിഷമിച്ചേനെ. മഞ്ജുവിനെ പോലെ തന്നെ മഹിമയും പ്രതികരിക്കാൻ പഠിച്ചാൽ മതിയായിരുന്നു. പ്രീതി പറയുന്നത് കേട്ടതും മഹിമ അവളെ ചെകിട് തുറന്നു കൊടുത്തു. മഞ്ജു കമ്മീഷണറായതുകൊണ്ട് ആ റേഞ്ചിൽ പ്രതികരിക്കുന്ന ഞാൻ പേടിച്ചത്. മൂന്നും പറഞ്ഞതുപോലെ ഞാനൊരു കമ്മീഷണറാ. ആ നിലവാരം ഞാൻ എന്റെ പെരുമാറ്റത്തിൽ കാണിക്കണം. അല്ലെങ്കിലും പ്രീതിയോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടേണ്ടേ? ഇത്രയും വർഷം അവള് ഗിരിയേട്ടനെ അമ്മയെ നോക്കാൻ വേണ്ടി മാറ്റിവെച്ചതല്ലേ. എന്നേക്കാൾ കൂടുതൽ അവകാശം അവൾക്ക് ആ വീട്ടിലുണ്ടെന്ന് തോന്നുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? ഗിരിയേട്ടൻ ആവശ്യപ്പെട്ടിട്ടാണോ പ്രീതി അങ്ങനെ ചോദിച്ചെന്നും നമുക്കറിയില്ലല്ലോ. മഞ്ജു എന്തൊക്കെയാ പറയുന്നേ? പ്രീതി നിങ്ങളെ പിരിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞെന്ന് കരുതി അതൊക്കെ താൻ വിശ്വസിക്കുകയാണോ? ഗിരി നിങ്ങളാ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുക. ഞാൻ ഒരിക്കലും തിരിച്ചു പോവില്ല മുകുന്ദ. നിയമപരമായിട്ട് പിരിയണോ വേണ്ടോന്നൊക്കെ ഗിരിയേട്ടന്റെ ഇഷ്ടമാണ്. ആ പിന്നൊരു കാര്യം, അമ്മുവിനെ ഇവിടെ ആക്കിയ ഉടനെ മഹിമ ഗിരിയോട് പ്രതികരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഗിരിയേട്ടാ, എന്താണാവോ ഈ വഴിക്കൊക്കെ? ഗിരിയേട്ടന്റെ വഴിക്ക് ഈ ജന്മത്ത് വരരുതെന്നാ എന്റെ ആഗ്രഹം. പക്ഷേ ഗിരിയേട്ടൻ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നോണ്ട് എനിക്ക് വരേണ്ടി വരിക. ഇപ്പൊ ഞാൻ എന്തു കുറ്റമാ ചെയ്തത്? ഗിരിയേട്ടൻ ഇപ്പൊ നേരിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാം പ്രീതി വഴിയിലേ സാധിച്ചെടുക്കുന്നേ. നീ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്നൊന്ന് തെളിച്ചു പറയാമോ? ഗിരിയേട്ടന് ചേച്ചിയെ ഡിവേഴ്സ് ചെയ്യണോ? ചോദ്യം മനസ്സിലായില്ലേ? ചേച്ചിയെ ഡിവേഴ്സ് ചെയ്യണോന്ന്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഡിവോഴ്സ് ചെയ്യേ? ഗിരിയേട്ടന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചേച്ചിയോട് നേരിട്ട് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ചേച്ചി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കൊതിച്ചു നിൽക്കുകയാണെന്നാണോ ഗിരിയേട്ടന്റെ വിചാരം? ഗിരിയേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിച്ച് ഗിരിയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് വീണ്ടും ഓടി വരുന്ന ഒരു സ്ത്രീ ആ ചേച്ചിന്ന് കരുതിയോ? എങ്കിൽ ഗിരിയേട്ടന് തെറ്റി. ഡിവേഴ്സ് വേണോന്നൊരു വാക്ക് ഗിരിയേട്ടൻ പറഞ്ഞാ മതി, ചേച്ചി ഒപ്പിട്ട് മുഖത്തെറിഞ്ഞു തരും.